പുപ്പുടു പുഴു ചെടിയുടെ ഇലകൾ കറുമുറെ തിന്നുന്നതിനിടയിൽ തില്ലം തേനീച്ച തേൻ കുടിക്കാൻ പൂവിൽ വന്നിരുന്നു. സന്ധ്യാകാറായപ്പോൾ പുപ്പുടുപ്പുഴു വേഗം വീട്ടിൽ പോകാൻ ഇറങ്ങി. തേൻ കുടിച്ചുകൊണ്ടിരുന്ന തില്ലം തേനീച്ചയോട് പുപ്പുടു ചോദിച്ചു, ഞാൻ പോകുവാണേ, ലേറ്റ് ആയാൽ ഡാഡി പുഴു വഴക്ക് പറയും, നീ പോരുന്നുണ്ടോ? തില്ലം തേനീച്ച പുപ്പുടുവിനെ കളിയാക്കി ചിരിച്ചു. നീ പതുക്കെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെല്ലുന്നതിന് മുന്നേ ഞാനങ്ങ് പറന്നെത്തില്ലേ, നീ വിട്ടോ പുഴുക്കുട്ടാ. പുപ്പുടുവിനത് വല്ലാതെ ഇൻസൾട്ടായി. ദേഷ്യം കടിച്ചു പിടിച്ച് പുപ്പുടു ദൈവത്തിനോട് ചോദിച്ചു, എനിക്കും ചിറക് തരാൻ മേലായിരുന്നോ ദൈവമേ, ഇഴിഞ്ഞെഴിഞ്ഞ് മടുത്തു. അപ്പോഴേക്കും പാഞ്ഞു വന്ന തില്ലം തേനീച്ച പോണ വഴിക്ക് പുപ്പുടുവിനെ വീണ്ടും കളിയാക്കി. എന്തൊരു സ്പീഡാണ് പുഴുക്കുട്ടാ. മതിലിന്റെ അറ്റത്തെത്തിയപ്പോ ഒരു കരച്ചിൽ കേട്ടു. പുഴുക്കുട്ടാ, ഞാൻ പെട്ടടാ. തില്ലം തേനീച്ച കാലം ചിലന്തിയുടെ വലയിൽ പെട്ടത് കണ്ട് പുപ്പുടു ദൈവത്തെ ഉറക്കെ വിളിച്ചു. അതെ, എനിക്ക് ചിറക് തരാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കണേ, എനിക്ക് നീ തന്നത് തന്നെ ധാരാളം. വലയിൽ കിടന്ന് തൂങ്ങിയ തില്ലം തേനീച്ച ദയനീയമായി കരഞ്ഞു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.